അജ്ഞതയിലെ അഹങ്കാരത്തെ മിത്രമാക്കുന്ന വ്യക്തിയുടെ അഹങ്കാരം അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്. എന്നാൽ നാം ജീവിതത്തിൽ നമ്മുടെ മുമ്പിലെല്ലാ വഴികളും പ്രകാശഭരിതമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ജീവിതത്തിൽ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ വഴിത്തിരിവുകളെയും പ്രകാശഭരിതമാക്കാൻ സാധിക്കുന്നതാണ്. നാം എപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ ഉചിതമാകണമെന്നില്ല. എന്നാലും നാം ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ന്യായമുള്ളതായിരിക്കുക എന്നത് നമ്മളുടെ കർത്തവ്യമാണ്. അത് നമ്മൾ പാലിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകളും നാം ചെയ്യുന്ന പ്രവൃത്തികളുമെല്ലാം നമുക്ക് ശരിയാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക നാം നമ്മുടെ നന്മയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടും സംഭവിക്കുന്ന കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലെ മഹത്വത്തെയും നിങ്ങൾക്ക് തിരിച്ചറിയാനും അതിനെ പരിവർത്തനപ്പെടുത്താനും സാധിക്കും. ഒരു വ്യക്തിയുടെ മനസ്സിലെ അഹങ്കാരം അവനെ ഇരുളടഞ്ഞ ചിന്തയിലേക്ക് നയിക്കുകയാണ്. എന്നാൽ ആ ഇരുളടഞ്ഞ ചിന്തയിലേക്ക് പോകാതെ വെളിച്ചത്തെ ദർശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിലും നന്മയുള്ള ചിന്തകൾ നിറക്കാൻ ശ്രമിക്കുക. നന്മയുള്ള വ്യക്തികളുടെ മനസ്സിലെപ്പോഴും നന്മ പ്രകാശഭരിതമാക്കി നിങ്ങളെ വഴികാട്ടുന്നതാണ്. അങ്ങനെ പോകുന്ന വഴികളിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ ശരിയും തെറ്റും മനസ്സിലാക്കുവാനും നിങ്ങളുടെ സ്വന്തം മഹത്വത്തെ വർദ്ധിപ്പിക്കുവാനും സാധിക്കും. ഏകാന്തതയിൽ നമുക്ക് എപ്പോഴും ഒരു ശാന്തത ലഭിക്കുന്നതാണ്. എന്നാൽ ആ ശാന്തത കൈവരിക്കണമെങ്കിൽ നാം നമ്മുടെ മനസ്സിലെ കളങ്കങ്ങളെ ഒഴിവാക്കണം. നമ്മുടെ തിന്മ നിറഞ്ഞ ചിന്തകളെ നാം മുക്തമാക്കണം. അപ്പോൾ നമുക്ക് ഏകാഗ്രതമായ ഏകാന്തതയിൽ സമാധാനം ലഭിക്കുകയും നമുക്ക് സംഘർഷത്തെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തെ മനോഹരമാക്കുവാനും സാധിക്കുന്നതാണ്. ഒരു മഴ ശക്തമായി പെയ്യുമ്പോൾ നമുക്ക് ഭൂമിയിൽ ജലം ലഭിക്കുന്നതാണ്. എന്നാൽ ആ മഴ കാലാവസ്ഥയിൽ ആ മഴയുടെ ശക്തിയും തീവ്രതയും വർദ്ധിപ്പിക്കുമ്പോൾ ആ ജലം നമുക്ക് അനുയോജ്യമാണെങ്കിലും നമുക്കത് ഒത്തിരി ദുരിതങ്ങൾ സമ്മാനിക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും അമിതമായി മാറരുതും. ജീവിതത്തിൽ എല്ലാത്തിനും ഒരു പരിമിതമായ ഒരു തുല്യത ഉണ്ടാകണം. ആ തുല്യത നഷ്ടമായാൽ ആ കാര്യങ്ങൾ വർദ്ധിക്കുകയും നമുക്ക് അമിതമായി ലഭിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ജലമായാലും നമ്മൾക്ക് ലഭിക്കുന്ന എന്ത് തന്നെ ആയാലും നമുക്ക് അമിതമായാൽ അത് ദോഷകരമായി ബാധിക്കുന്നതാണ്. സ്നേഹമാണേലും അമിതമായി കഴിഞ്ഞാൽ അതും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അതുകൊണ്ട് ജീവിതത്തിലെല്ലാം നമുക്ക് ഒരു തുല്യതയിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കണം. പ്രകാശം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഇരുളിൽ മുമ്പോട്ട് പോകാനുള്ള വഴി കാട്ടുന്നതാണ്. എന്നാൽ നമുക്ക് പ്രകാശം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് പ്രകാശത്തെ നോക്കിക്കൊണ്ട് കിടന്നാൽ നമുക്ക് ഉറക്കം ലഭിക്കാതെ പോകും. നമ്മുടെ ശാന്തത നഷ്ടമാകുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാത്തിനും ഒരു തുല്യത ഉണ്ടാവണം. പ്രകാശമായാലും അമിതമായാൽ അതും നമുക്ക് ദോഷകരമായി ബാധിക്കുന്നതാണ്. ജീവിതത്തിൽ എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ടാകുന്നതാണ്. ആ സ്ഥാനത്തെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാനുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കും നിങ്ങളുടെ അനാവശ്യ കാര്യങ്ങൾക്കും ജീവിതത്തിൽ ഓരോ തുല്യതയും പ്രാധാന്യവും മഹത്വവും എപ്രകാരം നിങ്ങൾക്ക് ഉണ്ടെന്ന് തിരിച്ചറിയുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങളുടെ മനോവികാരത്തിനനുസരിച്ച് നിങ്ങളുടെ ശരിയും തെറ്റും കണ്ടെത്തുക. ആ ശരിയും തെറ്റും നിങ്ങളെ ഏകാഗ്രതമാക്കി നിങ്ങളുടെ മനസ്സിനെ ശാന്തത കൈവരിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ആ ശാന്തതയ്ക്ക് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ നന്മയും തിന്മയും ശരിയായ പാതയും നിങ്ങൾക്ക് ബോധ്യമാകുന്നതുമാണ്. ജീവിതത്തിൽ എപ്പോഴും ശരിയുടെ പാത തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും ജീവിതത്തിൽ എപ്പോഴും സമാധാനം ലഭിക്കുന്നതാണ്. സമാധാനത്തെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പണവും പ്രശസ്തിയും വർദ്ധിക്കുന്തോറും മനുഷ്യൻ്റെ മനസ്സിലെ അഹങ്കാരവും വർദ്ധിക്കുന്നതാണ്. എന്നാൽ മനുഷ്യ മനസ്സിലെ അഹങ്കാരവും തിന്മയും ഒഴിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാനുള്ള വഴികളും പ്രാപ്തമാകുന്നതാണ്. ആ വഴികളിലേക്ക് പോകുവാൻ
നിങ്ങൾക്കെപ്പോഴും വെളിച്ചം പ്രദാനം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലെ ഊർജത്തിൽ നിന്നുമാണ്. ആ ഊർജം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രകാശം പകരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ശരിതെറ്റുകളെ നിങ്ങൾക്ക് തന്നെ തിരുത്തുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഇരുളടഞ്ഞ ചിന്താഗതിയിൽ വസിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിലെ വെളിച്ചത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. ജീവിതത്തിൽ വെളിച്ചമെന്നത് മഹത്വപൂർണമായ ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിന് ഇരുളിനെ അകറ്റുവാനും മനസ്സിൽ വെളിച്ചം പകരുവാനും നിങ്ങളുടെ ഊർജത്തെ വർദ്ധിപ്പിക്കുവാനും സാധിക്കും. അതൊരു ചെറിയ ദീപമാണെങ്കിൽ പോലും അന്ധകാരത്തിൽ നമുക്ക് വഴികാട്ടാൻ ആ ഒരു ചെറിയ മൺവിളക്കിലെ ഒരു ചെറിയ ദീപം മാത്രം മതിയാകും. നമുക്ക് പോകുന്ന വഴികൾ മുഴുവനും വെളിച്ചം നിറക്കുവാനും നാം പോകുന്ന ഓരോ പാതയിലും നമുക്ക് തടസ്സങ്ങൾ എന്തെന്ന് കാട്ടി തന്നുകൊണ്ട് ആ വെളിച്ചം നമ്മെ ശരിയായ പാതയിലൂടെ നയിക്കുന്നതാണ്. അതുകൊണ്ട് വെളിച്ചത്തെ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ എപ്പോഴും സമാധാനം പ്രാപ്തമാക്കാൻ സാധിക്കും. വെളിച്ചമെന്നാൽ നേരെന്നാണ്. നേര് നമ്മളുടെ മനസ്സിലെ ശരിയാണ്. ആ ശരി വർദ്ധിക്കും തോറും നമ്മളുടെ ജീവിതത്തിലെ തിന്മകൾ അകന്നു പോകും. ജീവിതത്തിന് ശാന്തതയും സമാധാനവും കൈവരിക്കുവാനും സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ പ്രകാശത്തെ സ്വന്തം പ്രാണനിലേക്ക് നിറക്കുക. നിങ്ങളുടെ വെളിച്ചം നിങ്ങളുടെ ഊർജമാണ്. ആ ഊർജമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അന്ധകാരത്തിൽ അകപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനവും നിങ്ങളുടെ ശാന്തതയും നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ ശാന്തതയെ കൈവരിക്കാൻ നിങ്ങളെപ്പോഴും ജീവിതത്തിൽ പ്രകാശത്തെ ആശ്രയിക്കുക. പ്രകാശം വെളിച്ചമായി നിങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് അറിവ് നിറക്കുവാൻ ശ്രമിക്കുക. ആ അറിവ് നിങ്ങൾക്ക് വെളിച്ചം പകരുന്നതാണ്. അറിവിനെ നേടുമ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ ശരിയായ കാര്യങ്ങളെയും പഠിക്കുവാൻ ശ്രമിക്കണം. ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അതിനെ തിരുത്താനുള്ള മനസ്സും നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ പ്രകാശഭരിതമായ കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും നിങ്ങളുടെ ബോധത്തെ വർദ്ധിപ്പിക്കുവാനും നിങ്ങളുടെ സ്ഥിരതയെ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ സാമർഥ്യത്തിന് എപ്പോഴും മഹത്വം നൽകിക്കൊണ്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനും സാധിക്കുകയുള്ളു. അതുകൊണ്ട് എപ്പോഴും ശരിയെന്തെന്നും തെറ്റെന്തെന്നും നിങ്ങൾക്ക് ഒരു സ്ഥിരമായ ബോധം അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന് ശാന്തത കൈവരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അകലേക്ക് പോകുന്ന ദീപം മാഞ്ഞു പോകുന്നതാണ്. പിന്നെ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയും ഇരുളിൽ നിറയുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയുന്ന ആ ഒരു വെളിച്ചം നിങ്ങളുടെ കണ്ണിന് എത്ര തന്നെ ദൂരെയാണെങ്കിലും അതിലേക്ക് എത്തുവാനുള്ള നിങ്ങളുടെ പരിശ്രമം നിങ്ങളെ തീർച്ചയായും ആ വെളിച്ചത്തിലെത്തിക്കുക തന്നെ ചെയ്യും. ആ വെളിച്ചം നിങ്ങളുടെ മഹത്വത്തെയും നിങ്ങളുടെ കഴിവിനെയും വർദ്ധിപ്പിക്കുന്നതാണ്. ആ വെളിച്ചത്തിലെത്തിപ്പെടുവാൻ നിങ്ങൾ ശ്രമിക്കുക. പരിശ്രമം നിങ്ങൾക്കെപ്പോഴും പുതിയ അറിവിൻ്റെ വെളിച്ചം പ്രദാനം ചെയ്യുന്നതാണ്. അതിനാൽ അറിവിനെ നേടാൻ ശ്രമിക്കുക. അറിവെന്ന പ്രകാശം ഊർജമാണ്. ആ ഊർജത്തിന് സ്ഥിരതയുണ്ട്. ആ ഊർജം ജീവിതത്തിന് സമാധാനവും ശക്തിയും പകരും. ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് പ്രകാശം പകരുന്നതാണ്. ആ വെളിച്ചം നിങ്ങൾക്ക് എപ്പോഴും ശാന്തതയും സ്ഥിരതയും നൽകും. അതുകൊണ്ട് വെളിച്ചത്തെ തിരഞ്ഞെടുക്കുക. വെളിച്ചമാണ് ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് ഇരുട്ടിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുവാനും നിങ്ങളെ ഭീതിയിൽ നിന്ന് ഭയത്തിൽ നിന്നും നിങ്ങളെ സന്തോഷത്തിലേക്കും സുഖദായകമായ ജീവിതത്തിലേക്കും പോകുവാൻ വഴികാട്ടുകയുള്ളൂ. അതുകൊണ്ട് ശാന്തതയും സമാധാനവും ആഗ്രഹിക്കുന്ന വ്യക്തികൾ എപ്പോഴും പ്രകാശഭരിതമാക്കുവാൻ അവരുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനും ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക. അപ്പോൾ ഇത്രയുള്ള ടാറ്റ.